ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി ഈസി ആയിട്ടൊരു പുലാവ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ്, തക്കാളി, സവാള, ബീൻസ്, ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ആദ്യം നമുക്ക് അരി നന്നായിട്ട് വേവിക്കാൻ വെക്കാം. അരി അവിടെ നിന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യ് എടുക്കാം. പിന്നെ അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇവ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. മസാലയൊക്കെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടപ്പോലൊക്കെ മസാല ചേർക്കാം. ഇവിടെ എല്ലാത്തിനും കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പെരുംജീരകം, ശകലം മല്ലിയില, ആഫ്രിക്കൻ മല്ലിയില ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചതച്ചെടുക്കുക. അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാമേ. അത് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അത് ഒന്ന് ശകലം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചോറിനകത്ത് നമ്മൾ ഉപ്പും പിന്നെ ശകലം പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ടിട്ടാണ് ഇത് വേവിക്കാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്. ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാറില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെടുക്കാം. എന്നിട്ടതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കറിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു വിസിലടിച്ചതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ച ചോറും കൂടെ അതിൻ്റെ മേലോട്ടിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് വേണ്ട, ഒരു 85% വെന്താൽ മതി. ബാക്കി ഇതിനകത്തിരുന്ന് ഒരാവിയിലൊക്കെ ഇരുന്ന് വെന്തോളും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു നെയ്യിലിട്ട് വറുത്തും അതിനകത്തിടാം. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുഴഞ്ഞും പോകാത്ത രീതിയിൽ പതുക്കെ ചെയ്യാം. തടുത്തതി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് നോക്കണം. പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലും കൂടി ശകലം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ശകലം കറുവപ്പട്ടയുടെ ഇല, ശകലം മല്ലിയില, ആഫ്രിക്കൻ മല്ലിയില നമുക്ക് അതിനകത്തിടാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഉള്ളി വഴറ്റി വെച്ചേക്കുന്നതും അതിനകത്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാം. അരിയൊക്കെ തലേദിവസം വേവിച്ച് വെച്ചാൽ അത്ര എളുപ്പം. പിന്നെ കുറച്ച് ബയണയില ഉണ്ടല്ലോ, അതും നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടും ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.